Your performance was so beautiful. I loved it. Thank you, sir. Thank you so much. By the by, where did she gone? I don't know, sir. Where did she gone? I'm going to check it. Yeah, then go. Meera, Meera, Meera. ആ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അല്ല, നീ എന്തിനാ കരയുന്നേ? സാറിന് എന്നോട് ഇഷ്ടമുണ്ടോ? ഇല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടപ്പെടുന്നത്? പക്ഷെ എനിക്ക് സാറിന് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഉണ്ടായിട്ടും ഈ കമ്പനി തന്നെ വന്നത്. ഇനി നീ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പണ്ട് ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ സാറിൻ്റെ കോളേജിൽ വന്നിട്ടുണ്ട്. സാറിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ സാറ് പോയത് എത്രയോ മാസങ്ങൾക്ക് ശേഷം. ആ മാസം കൊണ്ട് എൻ്റെ മനസ്സിൽ സാറ് സ്ഥാനം പിടിച്ചായിരുന്നു. അത് പറയാൻ വേണ്ടി ഞാനൊരു ദിവസം വന്നപ്പോഴായിരുന്നു സാറ് തിരിച്ച് ഇറ്റലിയിലേക്ക് പോകാന്നുള്ള കാര്യം അറിഞ്ഞത്. ഈ ഇന്നല്ലേ പോയി പറയാൻ പോകുന്ന ചേട്ടൻ്റെ അടുത്ത് ഇഷ്ടമാണ്. ഇന്ന് ഉച്ചയ്ക്ക് അവിടെ കാണും, എനിക്ക് പറയണം. എടി ഞാൻ പോവട്ടോ, മിസ്സിനോടൊക്കെ പറഞ്ഞ സൈൻ ചെയ്തണ്ടേ. ആടി ബൈ, പോയിട്ടോ. ചേട്ടാ, ഇവിടെയുള്ള സാർ എവിടെ പോയിന്നറിയോ? അങ്കിത് കുഞ്ഞിതാ ഇന്ന് രാവിലെ ഇറ്റലിയിലേക്ക് പോയുള്ളൂ. പോയെന്നോ? അതെന്താ അത്ര പിടീന് പോയേ? പെട്ടെന്നൊന്നല്ല മോളെ, അവൻ ഇനി ഇറ്റലിയിൽ തന്നെയായിരിക്കും. ആ ശരി, ഞങ്ങളെ ഞാൻ പോവാ. എന്തേലും അത്യാവശ്യ കാര്യം പറയാനാണോ മോളെ? അല്ല, ഞാൻ വെറുതെ കാണാൻ മതിയാ. എന്നാ ഞാൻ പോവാ ചേട്ടാ. ആ ശരി മോളെ. അന്ന് ഞാൻ കരഞ്ഞൊന്നുമില്ല. പെട്ടെന്ന് എനിക്കൊരു വാശി വരും. എന്തായാലും എന്തെങ്കിലും പഠിച്ച സാറിൻ്റെ അടുത്ത് തന്നെ എത്തണമെന്ന്. അങ്ങനെ ഞാൻ സാറിനെ പി ആയിട്ട് ജയിലിലെത്തിയത്. സാറിനൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ, എന്റെ ലവ് സ്റ്റോറി അല്ലല്ലോ. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമല്ല. അതിനുവേണ്ടി പരിശ്രമിക്കാണ്ട് നല്ലോണം ജോലി ചെയ്യാൻ ശ്രമിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഇനി നല്ലോണം വർക്ക് ചെയ്യും. സാറിനപ്പോ ഒന്നും പറയാനില്ലേ? ഇല്ല, ഞാൻ പറയാന്. അപ്പൊ സാറിനെ കിസ് ചെയ്തപ്പോഴോ കൈ കോർത്ത് ഡാൻസ് കളിച്ചപ്പോഴോ ഒന്നും തോന്നിയില്ല? മീര, നിനക്കറിയാം ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നേന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് ഇവിടെ വന്നത്. നീ അടുത്തറിയാവുന്ന ഒരാളാണോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ അതിനെ തെറ്റിദ്ധരിക്കുക. സാറിനെ പോലെ ഒരാള് എന്നെ കിസ് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ വന്നോണ്ട് ഞാൻ പറഞ്ഞതാ, അല്ലാണ്ട്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അത് വിട്ടേക്കാം. സോറി സാർ, ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്കൊരു ചാൻസും കൂടെ സാർ തന്നേ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. മീര പ്ലീസ്, എനിക്ക് അങ്ങനെ ആരെ വേണ്ടാത്തോണ്ടാണ്. സാർ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സാറിനെ സ്നേഹിക്കും. ഇനി എന്താന്ന് വെച്ചാ കാണിക്കേ, ഞാൻ പോവാ. അങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? അവളെങ്ങോട്ടേലും പോയി കാണും, പോയി നോക്കാം. One more peg, please. Oh wow, such a pretty woman. Think I should talk to her. എടാ നീ ഇതും കൊടുവാ, ഞാനത് ചൊല്ലിട്ട് വരാടാ. എടാ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടോ. ആ പെണ്ണെ കണ്ടിട്ട് അത്ര രസമായിട്ട് തോന്നണല്ലോ. അതൊക്കെ മിണ്ടി നോക്കിയാലേ പറയാൻ പറ്റൂ. ഞാനിപ്പോ വരാം. ഹേയ് പ്രിറ്റി ഗേൾ. താനാരടോ? ഓ, അപ്പൊ മലയാളിയാണ് എനിക്ക് കണ്ടപ്പോ തോന്നി. ആണേലും അല്ലെങ്കിൽ തനിക്കെന്താ? ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാൻ താനായിട്ടൊന്ന് കൂട്ടുവിടാൻ വന്നെയാ. ഞാൻ മര്യാദ കൈവിട്ടേ? ഇല്ല, നീ എന്തിട്ട് ഇരിക്കലിക്കോലെ ചാട കാട്ടിട്ട് പാടി തന്നെ. ഞാനിന്ന് നിനക്ക് എന്തായാലും എന്നെ ഒന്നും ഇടിച്ചു കൊടുക്കാൻ പറ്റില്ല. നിക്കടിയപ്പ എന്റെ വീട്ടിൽ നീല, നിനക്കെന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് പറ. ഞാൻ
ബാറിൽ നിൽക്കുമ്പോൾ അവൻ എന്നെ കിസ് ചെയ്യാനായിട്ട് നോക്കി. ഓ, ഇതായിരിക്കില്ല നിന്റെ രക്ഷകൻ. ഇവൻ അടി വാങ്ങി കൂട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടേക്കാം. അതേടാ, ഞാൻ തന്നെ അവളുടെ രക്ഷകൻ. എന്തായാലും അവളെ തൊട്ടിന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. നേരാ നീ ഏതൊരു പെണ്ണിനെ ഞാൻ തൊട്ടിന്ന് പറയാം. നിന്റെ അണപ്പനെ അടിച്ചു. അയ്യോ സാറേ, ഞാനിനി ഒന്നിനും വരില്ല, ഞാൻ പോവാണേ. മീര, നീ ഓക്കെ ആണോ? അതാ പോവാ. മീര, നീ ഓക്കെ ആണോ? ഇപ്പോഴല്ലേ ഒന്ന് പറ, സാറിന് ഇഷ്ടമാണോ? മീര, നിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ നീ ഇപ്പോൾ ഡ്രങ്ക് ആണ്, അതുകൊണ്ട് നമുക്ക് നാളെ സംസാരിക്കാം. മീര, വാലോർ. ഞാൻ റെഡിയാണ്, പോവാം. തിരിച്ചു പോണതിന് മുമ്പ് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. എങ്ങോട്ട്? അതൊക്കെ പറയാം, സർപ്രൈസാ. ഇതാ, നമ്മൾ ഇറങ്ങിക്കോ. വാ, ഇറങ്ങി. നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഇവിടെ കുറച്ചു പേർക്ക് അറിയാം, അന്ന് കൈ പിടിച്ചാക്കണം.